എനിക്ക് എന്റെ മക്കളോട് സത്യങ്ങൾ മറച്ചു വെച്ച് ആരെയും രക്ഷിക്കേണ്ട കാര്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്റെ മക്കളുടെ നന്മയാണ് എന്റെ ലക്ഷ്യം. ഞാൻ പറയുന്ന എന്തെങ്കിലും കാര്യത്തിന്റെ പേരിൽ എന്റെ മക്കൾ തമ്മിൽ വഴക്കു കൂടിയിട്ടുണ്ടെങ്കിൽ അതൊന്നും അധികം നീണ്ടു നിൽക്കാനും പോകുന്നില്ല. സത്യം മനസ്സിലാക്കി അവർക്കിടയിലെ പിണക്കമൊക്കെ വേഗം മാറി പഴയതിന് സ്നേഹത്തോടെ അവരൊന്നിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതൊക്കെ അമ്മയ്ക്ക് വെറുതെ തോന്നുകയാണെങ്കിലോ? എത്രയോ പ്രാവശ്യം അമ്മയുടെ കണക്കുകൂട്ടലുകൾ തെറ്റി ഇവിടെ പലതും സംഭവിച്ചിട്ടുണ്ട്. അങ്ങനൊന്നും എന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോവില്ല മോളെ. ഇനിയിപ്പൊ തെറ്റിയാലും അതൊക്കെ എന്റെ രീതിയിൽ ശരിയാക്കി കൊണ്ടുവരാൻ എനിക്കറിയാം. ഞാൻ ചെയ്യുന്ന ഓരോ കാര്യത്തിന്റെ ആദ്യ അവസാനം എന്തായിരിക്കും എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതൊന്നും മനസ്സിലാക്കാതെ നീ എന്നെ കയറി ഭരിക്കാൻ വന്നേക്കരുത്, പറഞ്ഞേക്കാം. അമ്മ കഴിക്കുന്നില്ലേ? ഓ, ഞാൻ കഴിച്ചോളാം. നീ പറഞ്ഞ 15 ലക്ഷം രൂപയുടെ ചെക്ക. നാളെ 10 മണിക്ക് കുഞ്ഞുങ്ങളെ അനുഭവന്റെ വീട്ടിലെത്തിക്കണം. ധൃതി വെക്കല്ലേ ഇന്ദ്ര, ഇതൊരു ചെക്കല്ലേ. ഇത് മാറി എൻ്റെ അക്കൗണ്ടിൽ ക്യാഷ് വരട്ടെ. അത് കഴിഞ്ഞ് കുഞ്ഞുങ്ങളെ ഞാൻ അവിടെ എത്തിച്ചോളാം. അതുവരെ എല്ലാവരും ഒന്ന് ക്ഷമിച്ചിരിക്കും. വിനയ, നീ ഇതെന്താണ് ആവശ്യമായി പറയുന്നത്? സാരമില്ല, വിനയം പറഞ്ഞത് എനിക്ക് സമ്മതമാണ്. ക്യാഷ് വിനയന്റെ അക്കൗണ്ടിൽ വന്നിട്ട് കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നാൽ മതി. ഓക്കെ. വേണ്ട, ഞാനിപ്പോ തന്നെ ഇറങ്ങുവാ, കുറച്ച് തിരക്കുണ്ട്. നിർബന്ധിക്കണ്ട അമ്മേ, ഇന്ദ്രനെ തിരക്കുണ്ടാവും. എല്ലായിടത്തും ഓടി നടന്ന് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ചെയ്തു തീർക്കാനുള്ളതല്ലേ. വിനയ, നിന്റെ സ്വഭാവം അറിഞ്ഞു വെച്ചുകൊണ്ട് ഞാൻ ഈ പണം ഇവിടെ കൊണ്ടു തന്നത് പ്രശ്നങ്ങൾ ഒഴിവാക്കാനാ. അതെനിക്കറിയാം. നിനക്ക് ഞങ്ങളെ ആരെയും വിശ്വാസമില്ലെങ്കിലും ഞങ്ങൾക്ക് നിന്നെ വിശ്വാസം ഉള്ളതുകൊണ്ടാണ് പണം അക്കൗണ്ടിൽ വന്നിട്ട് കുട്ടികളെ കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞത്. അതങ്ങനെയല്ലേ, എന്നെ വിശ്വസിക്കാതിരിക്കേണ്ട കാര്യമില്ലല്ലോ. പക്ഷേ ആ വിശ്വാസത്തിൽ എന്തെങ്കിലും മാറ്റം വന്നാൽ, കാര്യം കഴിയുമ്പോൾ കുഞ്ഞുങ്ങളെ വെച്ച് നീ എന്തെങ്കിലും തരികട കാണിച്ചാൽ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. അത് ഞാൻ ചെയ്യും. ഇറങ്ങട്ടെ. അവന്റെ ഒരു ഭീഷണി, അതും എന്നോട്. ഇതിപ്പോ എന്റെ ആവശ്യമായി പോയി, ഇല്ലെങ്കിൽ കാണായിരുന്നു. നീ എന്ത് കാണിക്കുന്ന? ഇത്രയും സമയം ഇന്ദ്രനോട് ഉണ്ടായിരുന്നല്ലോ. ചെക്ക് കിട്ടുന്നവരെ നീ നിന്നത് എങ്ങനെയാണെന്ന് ഞങ്ങൾ കണ്ടതല്ലേ. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടായിരുന്നെങ്കിൽ ഇന്ദ്രന്റെ മുമ്പ് വെച്ച് പറയണമായിരുന്നു. എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ ചെക്കൊന്ന് മാറട്ടെ, ബാക്കിയൊക്കെ അത് കഴിഞ്ഞിട്ട്. മോളെ, അമ്മയോടെ ഉണ്ടെങ്കിലേ അങ്കിളിരിക്കെ, ഞാൻ വിളിക്കാം. സോന പ്രതിഭയെക്കുറിച്ചൊരു വാക്ക് ചോദിച്ചില്ലല്ലോ. ഇവിടെ എല്ലാവരും ഞങ്ങളെ വെറുത്തു തുടങ്ങിയോ? എന്താ സുധാ? ഞാനൊന്ന് കിടക്കുകയായിരുന്നു. എന്താ പ്രത്യേകിച്ച്? എന്തൊക്കെയാ സുശീല ഇവിടെ നടക്കുന്നത്? ഞാൻ ഇവിടെ കൊണ്ടുവന്ന് തന്ന സ്വർണം സത്യം തിരിച്ചു തന്നിട്ട് പോയില്ലേ? ഞാൻ എന്തൊക്കെയോ ഇന്ദ്രനെതിരെ പറഞ്ഞു എന്നാവും പറയുന്നേ. ഞാൻ അങ്ങനെ വല്ലതും പറഞ്ഞു സുശീലേ? നീ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എനിക്ക് എന്ത് മനസ്സിലാകാനാ സുധാ? സത്യൻ എന്താ അവിടെ വന്ന് പറഞ്ഞെന്ന് പറ. ഞാൻ സത്യനെയും ഇന്ദ്രനെയും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി ആ സ്വർണം ഇവിടെ കൊണ്ടുവന്ന് തന്നു എന്നുള്ള രീതിയിലാ സുശീലേ അവൻ പറഞ്ഞത്. നീ വിളിച്ചു പറഞ്ഞിട്ടല്ലേ സുശീലേ ഞാൻ സ്വർണം ഇവിടെ കൊണ്ടുവന്ന് തന്നത്? അവസാനം പഴി മുഴുവൻ എനിക്കും എന്റെ മോൾക്കും ആയല്ലോ. ഓ, അത് നീ അത്ര കാര്യമാക്കൊന്നും വേണ്ട.
നിന്റെ മകളുടെ സ്വർണം നിന്റെ കയ്യിൽ തന്നെ തിരിച്ചെത്തിയല്ലോ. അതെങ്ങാനും ഇന്ദ്രൻ കൊണ്ടുപോയി പണയം വെച്ചിരുന്നെങ്കിൽ നിനക്കതൊരിക്കലും തിരിച്ചു കിട്ടില്ലായിരുന്നു സുധ. എനിക്കെന്തിനാ സുശീലെ ആ സ്വർണം? ഞാൻ എന്റെ മോൾക്ക് കൊടുത്ത സ്വർണം അവളുടെ ഭർത്താവിനും വീട്ടുകാർക്കും അവകാശപ്പെട്ടതല്ലേ. ഞാനത് സന്തോഷത്തോടെ തന്നെയല്ലേ സുശീലെ നിന്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നത്. പിന്നെ എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം? അയ്യോ എന്റെ സുധ, അത് ഏട്ടനും അനിയനും തമ്മിലുണ്ടായ തെറ്റിദ്ധാരണയായിരിക്കും, അല്ലാതെ എനിക്ക് അതിലൊരു പങ്കുമില്ലേ. നീ അങ്ങനെ പറഞ്ഞ് കൈയൊഴിയല്ലേ സുശീലെ. നീ അറിയാതെ സത്യനും ഇന്ദ്രനും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതെനിക്കറിയില്ലേ. സത്യം പറ സുശീലെ, നീ ആ സ്വർണ്ണം ഇവിടെ കൊണ്ടെത്തിക്കാൻ പറഞ്ഞത് ഇതിനായിരുന്നോ? ദയവ് ചെയ്തെന്റെ മോളെ ഈ കുടുംബത്തിൽ നിന്ന് അകറ്റല്ലേ സുശീലെ. ഞാൻ നിന്റെ കാല് പിടിക്കാം. നീ എന്റെ കാലും കൈയൊന്നും പിടിക്കേണ്ട സുധ. അതുകൊണ്ടൊന്നും നിന്റെയും നിന്റെ കുടുംബത്തിന്റെയും സമയദോഷമൊന്നും തീരാൻ പോകുന്നില്ല. അതിന്റെ കാരണമേ നിന്റെ മോളുടെ വയറ്റിൽ വളരുന്ന ജീവനാ. സമയദോഷത്തുണ്ടായ ജീവനെ ഇരട്ടി ദോഷം ഉണ്ടാക്കും. സുശീലെ, നിനക്ക് നിന്റെ മോക്കും പറഞ്ഞ മനസ്സിലാവില്ലല്ലേ. അതങ്ങ് വേണ്ടെന്ന് വെച്ചേക്ക് സുധ. അതോടെ എല്ലാ പ്രശ്നങ്ങളും തീരും. അല്ലെങ്കിലേ അത് അവളുടെ വയറ്റിൽ വളരുന്നതിനനുസരിച്ച് നിന്റെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ രൂക്ഷമായിക്കൊണ്ടിരിക്കും. അത് അവസാനം എവിടെ ചെന്ന് നിൽക്കുമെന്ന് ഞാൻ പറയണ്ടല്ലോ. അതുകൊണ്ട് നിന്റെ മകളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. അതാ എല്ലാവർക്കും നല്ലത്. ഈശ്വര, രഘുവേട്ടൻ എന്താ നടന്നു വരുന്നേ? വണ്ടി എവിടെ? എന്താ രഘുവേട്ട വണ്ടിയില്ലാതെ നടന്നു വരുന്നേ? വണ്ടി ബ്രേക്ക് ഡൗൺ ആയമ്പളി. പാർട്ടിയും കൊണ്ട് പോകുമ്പോഴാ ആകെ നാണക്കേടായി. എന്നിട്ട് രഘുവേട്ടൻ എന്താ ഇങ്ങോട്ട് പോന്നേ? അല്ല, വണ്ടി വഴിയിലിട്ടേക്കാണോ? വഴിയിലൊന്നുമല്ല, വർക്ക്ഷോപ്പ് വരെ ഒന്ന് കൊണ്ടുപോയി. 7000 രൂപ വേണം നാളെ വണ്ടി ഇറക്കാൻ. 7000 രൂപയോ? ഇത്രയും ദിവസം ഓൺലൈൻ ഓട്ടോ ഓടിയിട്ട് അത്രയും കാശ് രഘുവേട്ടന് കിട്ടിയില്ലല്ലോ. വണ്ടിപ്പണി ഇങ്ങനെ ആമ്പിളി. നമുക്ക് യോഗം ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ഓടും, ഇല്ലെങ്കിൽ മൊത്തം പോവും. എന്നിട്ട് വണ്ടി ഓടിച്ച് ആരും ജീവിക്കുന്നില്ലേ? ഇതൊരു പരീക്ഷണമായിട്ട് അങ്ങ് കൂട്ടിയാ മതി. എന്റെ രഘുവേട്ടൻ തന്നതും ഞാൻ തയ്ച്ചു കിട്ടിയതും എല്ലാം കൂടി ഒരു 7000 രൂപ എന്റെ കയ്യിലുണ്ടാകും. നാളെ തന്നെ വണ്ടി റെഡിയാക്കി തരാൻ പറ. നഷ്ടപ്പെട്ടതൊക്കെ നമ്മൾ തിരിച്ചു പിടിക്കും. ഈ പഴയ വണ്ടിയും കൊണ്ട് കുറെ തിരിച്ചു പിടിക്കും.